ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഷാജിദ ഷാജി. ഒരു പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വ്യക്തിത്വത്തെ ഞാൻ നേരത്തെ അറിയാതെ പോയി എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഒരു പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും ഒരുപാട് മുകളിൽ, ഒരു പക്ഷേ യുഗങ്ങളോളം ഗവേഷണം നടത്തിയാൽ പോലും പിടികിട്ടാൻ പറ്റാത്ത ഒരു മഹത് വ്യക്തിത്വത്തിന് ഉടമ അത് തന്നെയാണ് ഈ ഷാജിദ ഷാജി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഈ ഹണി ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം ഷാജിദ ഷാജി ഈ പറഞ്ഞ ഷറഫ് അലിയെ വിട്ടു. ഷറഫ് അലിക്ക് ഇത് 2ാം ജന്മമാണ്. അദ്ദേഹത്തിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ ഷറഫ് അലി, കൺഗ്രാജുലേഷൻസ്. സോ ഷറഫ് അലിയുടെ വിഷയത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇനി അതിലേക്ക് ഉപരിയായിട്ട് മറ്റൊരു പകയൻ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ്. ലക്ഷങ്ങളോളം ഷാജിദ ഷാജി തട്ടിച്ചെന്നാണ് ഈ പകയൻ പറയുന്നത്. ഈ ഒരു കള്ളഹിമാറിന് ഇത് തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓൻ കല്യാണം കഴിച്ചൊരു കുടുംബസ്ഥനാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഹൂഫ് എന്ന് പറയുന്ന ഒരു പകയൻ, ഓന്റെ അവസ്ഥ വലിയ കഷ്ടത്തിലാണ്. ഓന്റെ ലക്ഷങ്ങളാണ് നഷ്ടമായിരിക്കുന്നത്. ഓൻ പണിയിപ്പിച്ചു കൊടുത്ത മഹറാണ് ഇട്ടിരിക്കുന്നത്. ഓന്റെ പേരാണുള്ളത്. ഓനാണ് മഹറിന് പൈസ കൊടുത്തത്. ഓനൊരു പക്ഷേ ഒരുപാട് ദിവാസ്വപ്നം കണ്ടിരിക്കാം. പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലൊക്കെ വരുമ്പോഴത്തേന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സുവർഗ പൂങ്കാവനത്തിൽ തേൻ കുടിക്കാൻ വേണ്ടി പോകാമെന്നൊക്കെയുള്ള ചില ആഗ്രഹങ്ങൾ ഓനുണ്ടായിരുന്നു. ഓന്റെ ആഗ്രഹങ്ങളൊക്കെ തകിടം മറിഞ്ഞ് ഓനെ കുനിച്ചു നിർത്തി കൂമ്പിനിടിച്ച അവസ്ഥയാണ്. പ്രവാസിയായ റൌഫ് എന്ന് പറയുന്ന പഹയന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കുന്നതിന് മുമ്പിട്ട് ആദ്യമായി നിങ്ങൾ ചാനൽ കാണുമെങ്കിൽ തീർച്ചയായും എല്ലാ പഹയന്മാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. എന്നാലും ആ ഒരു കള്ള ഹിമാറിന് ഇങ്ങനെ തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈപ്പന് കട്ടായി പോവാണ്, അതുകൊണ്ടാണ് കേൾക്കാത്തത്. നെറ്റ് തീരാനായിട്ടാണ് അത്. പിന്നെ എനിക്ക് തിരക്കുവാണ്, ഒഴിവ് ഇല്ല. അപ്പൊ മെസ്സേജ് വിട്ടാ ഞാൻ അതിന്റെ ഇടയിൽ മെസ്സേജ് മറുപടി തരാം. ഇപ്പൊ എന്റെ നേരെയാണല്ലോ ഗ്രൂപ്പിലുള്ളത്. ഞാനിപ്പോ നമുക്ക് തിരിയാൻ നിന്നു 3 ദിവസമായിട്ട് ഉറക്കം കൂടി ഇല്ലാതെ പണിയിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ബാക്കിലേക്ക് തിരിഞ്ഞില്ല. എനിക്ക് വീഡിയോ ഒന്ന് ചെയ്യണം, ഫുള്ള് എവിഡൻസ് വെച്ച് കണ്ടൊരു വീഡിയോ ചെയ്യണം. അതിനൊരാൾക്ക് ടിക്കറ്റ് അടിക്കാൻ കൊടുക്കുന്നുണ്ട്. അതിന് ഒരു 11,000 അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റിന്. ആഗ്രഹമല്ലേ ഇപ്പൊ പൂർത്തിയാക്കി കൊണ്ടിരിക്കണ്. പൂർത്തിയായല്ലോ, എടുത്തല്ലോ. പിന്നെ പേരെന്താ കൊടുക്കണ്ടേ? വേഗം പറയും. റഹൂഫ് സ്പെല്ലിങ് വിട്ടി എങ്ങനെയാണെന്ന് ഞാൻ അതല്ല ചോദിച്ചത്. നിങ്ങള് അവിടെ നിന്ന് നാട്ടിലേക്ക് എപ്പോഴും വരാം? അടുത്ത മാസം വരുമോ? അടുത്ത മാസം വരികയാണെന്നുണ്ടെങ്കിൽ നിക്കാതിൻ്റെ കാര്യങ്ങൾ നോക്കാനാണ്. വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. വീടെടുത്തിട്ട് താമസിക്കാം തൽക്കാലം. പിന്നെ നമുക്ക് വീട് മേടിക്കാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിൽക്കാൻ വെച്ചിട്ട് നിങ്ങളെ വീട്ടിൽ താമസിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നിങ്ങളെ ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്ത് ഞാൻ റെഡിയാണ് അവരുടെ കൂടെ നിൽക്കാൻ. ഇല്ലാന്ന് നിൽക്കാൻ കഴിച്ചാൽ സമാധാനത്തിൽ നിങ്ങളുടെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം. ഇത് ഈ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ, അതെനിക്ക് കേട്ട് മടുത്ത്. എനിക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക ടെൻഷൻ ഒരുപാടുണ്ട് എനിക്ക്. അതൊന്ന് മാറ്റി കിട്ടണം. എവിടെ മക്കളുടെ ഉപ്പ അല്ലെങ്കിൽ ഹസ്ബൻഡ് എവിടെയെന്ന് വെച്ചാൽ എനിക്ക് പറയാനൊരാളുണ്ട്, ആൾ വേണം എനിക്ക്. അത് മാത്രമല്ല, എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് ഒരാൾ നമ്മൾ കൂടെ വേണം. അത് മസ്റ്റാണ്. ഇല്ലാന്നുണ്ടെങ്കിലേ ജീവിതം വേസ്റ്റാണ്, വെറുതെയാണ്. എന്ത് നല്ല ഈമാനുള്ള ബർക്കത്തുള്ള നല്ലൊരു കുട്ടി. ഇതുപോലൊരു പകയത്തെ ആരാണ് ആഗ്രഹിക്കാത്തത്? റഫൂഖിനെ കുറ്റം പറയാൻ പറ്റില്ല. ഓളുടെ ഈ കൊഞ്ചലും കൊഴയിലും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ആരും ആഗ്രഹിച്ചു പോകും. എന്നാൽ ഓന് തികച്ചു കിട്ടിയിട്ടുണ്ട്. ഓന്റെ 45,000 ഇവിടെ പോയി. അതിനുശേഷം ഓന് ഒരുപാട് പൈസ പോയെന്നാണ് പറയുന്നത്. ഓനത് വേണം. ഈ ഒരു കുടുംബവും കുട്ടികളുള്ള പകയനല്ലേ. അനക്ക് ഈ സ്വർഗ പൂങ്കാവനത്തിൽ വരേണ്ട ആവശ്യമുണ്ടോ? മക്കളെ തള്ളയെടുത്ത് വരേണ്ട ആവശ്യമുണ്ടോ? കള്ള ഹിമാറെ. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, അതായത് ഈ റഹൂഫിന്റെ ഇന്ന് പൈസ മേടിക്കുന്നു, റഹൂഫിന്റെ പേരിൽ മഹർ പണിയുന്നു. അതിനുശേഷം ഷറഫ് അലിയുടെ കൂടെ ടൂറിന് കറങ്ങാൻ പോകുന്നു, വയനാട് പോകുന്നു. അവിടെ വെച്ച് കല്യാണം നടക്കുന്നു, അവിടെ ഹോട്ടലിൽ റൂം എടുക്കുന്നു. അതിനുശേഷം നാട്ടുകാരോട് ഓനെ കല്യാണം കഴിച്ചെന്ന് പറയുന്നു. മഹറിന് പൈസ മുടക്കിയ ഈ ഒരു പഹയനായി ഈ ഒരു പ്രവാസിയെ തേക്കുന്നു ചെയ്തത്. കാരണം അതിന്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് എറണാകുളത്ത് കൊച്ചിയിലാണ്. ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വന്നതാണ്. പിന്നെ എന്താ പറയുക, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന ചെറുക്കനാണ് ഇന്ന സ്ഥലത്താണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം പറയേണ്ട
അങ്ങനെ ആ യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് ഇട്ടതിലത്തെ ചെറുക്കനാണ്. അതിൽ കാണുന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. വേറെ കുറേ ചാനൽ എടുത്തിട്ടതാണ്. സത്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ കല്യാണം കഴിച്ചു. അവൻ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല മീന് സമ്മതിക്കില്ല. ഈ ആരാണ് ഷാജിദ? ഈ എന്താണ് അന്നെ ഞമ്മക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഈ അല്ലേ മഴവിൽ കേരളം ചാനലിൽ പോയിട്ട് ഈ കല്യാണം കഴിച്ചു, ഓനി വേറെ കല്യാണം കഴിക്കാൻ സമ്മതിക്കത്തില്ല, വേറെ കല്യാണം വേണമെങ്കിൽ കഴിക്കാം, ഓന്റെ വീട്ടുകാർ സമ്മതിക്കുവാണെങ്കിൽ ഓൻ കഴിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നോട്ടെ, അവൻ അവിടെ ഇവിടെയും കൂടെ കിടക്കട്ടെ എന്നൊക്കെ ഈ എന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് കല്യാണം കഴിച്ചില്ലെന്ന്. ഇപ്പൊ എന്താ മാറ്റി പറയണത്? അന്റെ കല്യാണം കൂടാൻ വേണ്ടി ഇവർക്ക് സപ്പോർട്ടായി നിൽക്കുന്ന പയ്യന്മാരുടെ അവസ്ഥ എന്താണ്? ഓല അണ്ണാക്കിലല്ലേ അടിച്ചു കൊടുത്തത്. ഈ ഷാജിദ അല്ലാതെ ചില 3-4 കിട്ടിയ അപരാധികളുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ അപരാധം മാത്രം കാണിക്കുന്ന പിഴകളായിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്. അവരും അതേ സാഹചര്യത്തിലുള്ള കൊടും പിഴകളായിട്ടുള്ള അപരാധികളാണ്, ആണായാലും പെണ്ണായാലും. സോ ആ രീതിയിൽ കുറേ പേര് ഷാഹിദയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഷാഹിദയുടെ അവസ്ഥ കണ്ടിട്ട് സെൻറ്റി അടിച്ച് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഈ അഭിഹിതത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഷറഫലിയെ കല്യാണം കഴിക്കുമെന്നും ആ കല്യാണം കൂടാമെന്നും അതിൻ്റെ മൈലാഞ്ചി കല്യാണത്തിന് വരാമെന്നും ഒക്കെ പറഞ്ഞ് കാത്തിരുന്ന അവസ്ഥ എന്താണ്? ഓല അണ്ണാക്കിൽ അടിച്ചു കൊടുത്തില്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിയാണ്ട് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ചെറുക്കൻ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കിയത് സർഫലി കാസർഗോഡുള്ള ചെറുക്കനാണ്, അവനാണ് എന്നെ കല്യാണം കഴിച്ചതെന്നാണ്. പക്ഷെ ഞാൻ അവനെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. അവൻ എൻ്റെ ഫ്രണ്ടാണ്. മെയിനായിട്ട് ഞങ്ങൾ കോഴിക്കോട് മറ്റേ വയനാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സുകൾ തമ്മിൽ വീഡിയോ എടുക്കണ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഷോർട്സ് വീഡിയോസാണ് ഞാൻ ഇട്ടത്. അല്ലാണ്ട് ഒരിക്കലും ഞാൻ അവനെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ മെഹർ കാണിച്ചത്, താലി, അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. കാരണം ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഫോൺ കോൾസ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ അത് പറഞ്ഞത്. പിന്നെ ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് ഇത് പോകുമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. ഈ ഒരു പൊട്ടൻഷ്യൽ ആട്ടെ എന്ന് കരുതി നരേന്ദ്രമോദി തന്റെ കാമുകനാണെന്നൊന്നും പറയാതിരുന്നത് നന്നായി. ഏതായാലും എനിവേ ഷാഹിദ് പറയുന്നത്, ഷാജിദ ഇതേപോലെ ഒരു കല്യാണത്തിന്റെ കള്ളക്കഥ പറഞ്ഞത് ഇതേപോലെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ്, സാമൂഹിക ദ്രോഹികളുടെ ശല്യം സഹിക്കാൻ വയ്യാതെയാണെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ആയിരിക്കും, ഒരുപാട് പേര് ശല്യപ്പെടുത്തുന്ന അപരാധികൾ ഇതേപോലെ പല അപരാധികളുണ്ട്. അതേപോലെ തന്നെ ഈ ഷറഫലി എന്ന് പറയുന്ന ഓനെയൊക്കെ കല്യാണം കഴിച്ചല്ല പ്രതികാരം വീട്ടേണ്ടത്. അതേപോലുള്ള ഈ അഭിഹിത ബന്ധത്തിന് നടക്കുന്ന ആൾക്കാരെ തീർച്ചയായും ആ രീതിയിൽ നേരിടണം. ഓന്റെ പണിയായത്തിനാണ് പണി കൊടുക്കേണ്ടത്. ഓനിനി വേറെ എവിടെയും പോയി ഇത്തരം അപരാധത്തരങ്ങൾ കാണിക്കാതിരിക്കാനുള്ള പരിപാടി നോക്കണം. എനിവേ സ്റ്റിൽ ഷാജിദ് എന്ന് പറയുന്ന ഈ ഒരു പഹ്യത്തി എന്താണെന്ന് നമുക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. നമ്മുടെ റൌഫുക്ക് ആരാണെന്നുള്ളതിൻ്റെ ഒരു മറുപടിയാണ്. ഞാനത് ഇതിലെന്തായാലും ഉൾപ്പെടുത്തുന്നില്ല. സോ അതിനെക്കുറിച്ച് കണ്ടിട്ട് ഒക്കെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ആദ്യമായി ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.